ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ ഒരിക്കലും വെളി പറയില്ല എന്ന് വിചാരിച്ചൊരു കാര്യവും അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലില്ലാത്തൊരു കാര്യവും ആൻഡ് വളരെ എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഒരു ഔട്ട്സൈഡ് ഫാക്ടർ, എൻ്റെ ഫാദർ മരിച്ചൊക്കെ ഭയങ്കര ട്രോമാറ്റിക് ആണ്. അതല്ലാതെ എൻ്റെ ലൈഫിൽ വേറൊരാൾ കാരണം ഉണ്ടായ ഒരു ഏറ്റവും ട്രോമാറ്റിക് കാര്യമാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഇൻഫാക്ട് ഞാൻ ഇത് എൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് കേട്ടു. അവർക്കുണ്ടായ അനുഭവം, അവർക്കല്ല അവരുടെ കുട്ടിക്കുണ്ടായ അനുഭവം കേട്ടത് കൊണ്ടാണ് ഞാൻ ഇത് വെളിപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ബിക്കോസ് അതിൻ്റെ പേർപ്പസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം. പക്ഷേ ഞാൻ ഇതിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ടോപ്പിക്കാണ്, വളരെ വോളറ്റൈലുള്ള ടോപ്പിക്കാണ്. സോ ഞാൻ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ റിയൽ പ്രോപ്പർ അക്കാഡമിക് സ്റ്റഡീസ് നടന്നതെന്നുള്ള ഡാറ്റ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വായിക്കേണ്ടവർക്ക് വായിക്കാം. വലിയൊരു റിപ്പോർട്ടാണ് വെച്ച് മാത്രമേ ഞാൻ ഇതിൽ സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു പൊതു അഭിപ്രായമോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് സെൻസിറ്റീവ് ടോപ്പിക്. ഇതിൽ മെയിൻ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് കൂടിക്കൂടി വരുവാണ് കുട്ടികളുടെ അടുത്തുള്ള സെക്ഷൽ അബ്യൂസ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു കാര്യം പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു സെക്ഷൽ അബ്യൂസ് ആണ്. ആൻഡ് അതിനെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല, ബിക്കോസ് എവ്രിവൺ ഈസ് അവെയർ ഓഫ് ഇറ്റ്. അതിനുള്ള പ്രൊട്ടക്റ്റീവ് സ്റ്റെപ്സും അതിനുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനുള്ള റിക്കവറി, ട്രോമ എല്ലാം എല്ലാ പാരൻസും അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെനിക്ക് സംസാരിക്കാൻ പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ഒരു ബോയ്ക്ക് ഉണ്ടാവുന്ന സെക്ഷൽ അബ്യൂസ് ആണ്. സോ ഇതിൽ ഒരു സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്. അലങ്കാർ ശർമ്മയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇറ്റ്സ് എ നോൺ ഫണ്ടഡ് ഇൻഡിവിജ്വൽ സ്റ്റഡി. സോ വളരെ ഒത്തൻറ്റിക്കും വെരിഫൈഡും ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ്. പിയർ റിവ്യൂ കഴിഞ്ഞ ഒരു സ്റ്റഡിയാണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഈ ബോയ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഒരു സാമ്പിൾ സൈസ് വെച്ച് ഇവർ ഓബ്വിയസ്ലി എല്ലാവരുടെയും പോയി ഒപ്പീനിയൻസ് എടുക്കാനോ അല്ലെങ്കിൽ വോട്ട് എടുക്കാനോ പറ്റില്ലല്ലോ, പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു സാമ്പിൾ സൈസ്, ദാറ്റ്സ് ഹൗ നോർമൽ ഓൾ റിസർച്ചേഴ്സ് ഡൺ. അത് വെച്ച് എടുത്തിട്ട് ഷോക്കിംഗ്, ഞാൻ ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഐ ജസ്റ്റ് തോട്ട് ഐ ഷുഡ് കം ഫോർവേഡ് വിത്ത് ദിസ്. ഷോക്കിംഗ്ലി വേൾഡിലെ സെക്ഷൽ അബ്യൂസ് നടക്കുന്ന ബോയ്സ്, ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാവേ. സോ കുട്ടികളോ അങ്ങനെ വല്ലതും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെ മാറ്റുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യുക. ബട്ട് ഐ തിങ്ക്സ് എവ്രി വൺ ഷുഡ് ഹിയർ ഇറ്റ്. വേൾഡിൽ അവർ പറയുന്നത് 3% തൊട്ട് 17% ആവറേജ് ഒരു പോപ്പുലേഷൻ, യങ് ബോയ്സ് പോപ്പുലേഷനിൽ അബ്യൂസ് നടക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയിൽ വരുമ്പോൾ ഈ ചൈൽഡ് എന്ന് പറയുന്നത് 5 years തൊട്ട് 18 years വരെയുള്ള കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ അതിൽ 52.94% ആണ് അബ്യൂസ്ഡ് ആവുന്നത് ചിൽഡ്രനിൽ, ബോയ്സിൽ. എന്ന് പറയുമ്പോൾ 1 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ അതിൽ 50,000, 1 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി, അത്രയും ആൾക്കാരാണ് സെക്ഷൽ അബ്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടായ കുട്ടികൾ. അതിൽ 23% സിവിയർ സെക്ഷൽ അബ്യൂസിൽ കൂടെയാണ് പോയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 4 എണ്ണമായിട്ട്, സോറി ഞാൻ ഫോണിൽ നോക്കിയാണ് പറയുന്നത്, അതാണ് താഴെ നോക്കുന്നത്. 4 ടൈപ്പ് ഓഫ് മെയിൻ സെക്ഷൽ അബ്യൂസ് ആണ്. ഒന്ന്, കുട്ടികളുടെ പ്രൈവറ്റ് പാർട്സിൽ പിടിക്കുക. സെക്കൻഡ്ലി, അബ്യൂസറിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടീനെ അബ്യൂസ് ചെയ്യുന്ന മറ്റേ ആളുടെ പ്രൈവറ്റ് പാർട്സ് എക്സ്പോസ് ചെയ്ത് കാണിക്കുക. പിന്നെ ഫോട്ടോഗ്രാഫിങ്, ആ കുട്ടീനെ ന്യൂഡായിട്ട് ഫോട്ടോ എടുക്കുക. ആൻഡ് കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് കണ്ട് രസിക്കുക. ഇത് 4 സിവിയർ ആയിട്ടുള്ള ചൈൽഡ് അബ്യൂസ്, ബോയ്സ് എന്നുള്ള ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, ഓബ്വിയസ്ലി ഗേൾ ചൈൽഡിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഇത്ര അവയർനെസ് ഉള്ളതാണ്. 3 ഇരട്ടിയായിരിക്കും ഗേൾ ചൈൽഡ്സിന് ഇതിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെ വിക്ടംസും വിക്ടംഹുഡും കൂടുതൽ അല്ലെങ്കിൽ ട്രോമ കൂടുതൽ വരുന്നത് ബോയ് കുട്ടികൾക്കാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് അതും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. സോ ഇതിൽ ഞാൻ ആദ്യമേ കുറച്ച് പേരുടെ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും കേട്ടോ. കുറേ പേർക്ക് ഞാൻ പറഞ്ഞില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഇറ്റ് വിൽ ബി ഫാക്ട്. ഇതിൽ കുറച്ച് പേരുടെയൊക്കെ
റിവ്യൂസ്, ഐ മീൻ എന്താ പറയുക, ഇൻ്റർവ്യൂ എടുത്തതിൽ വന്ന കാര്യങ്ങൾ, ഒന്ന് ആളുടെ പേര്, അത് ഫേക്ക് നെയിമാണ്. ഏജ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴാണ് ഇത് റിവീൽ ചെയ്തത്, അവർ ഇൻ്റർവ്യൂ ചെയ്ത ഏജാണ്, അല്ലാതെ ഇത് നടന്ന ഏജ് അല്ല. പിന്നെ നടന്ന ഏജും ഉണ്ട്. ആൻഡ് ആരും എത്ര പേരുമാണ് ഇവർ അബ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ കുറച്ച് പേരുടെ വായിക്കാം, സോ ദാറ്റ് യു വിൽ ജസ്റ്റ് ഗെറ്റ് an idea of how this happens, എങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ആളുടെ പേര് അജിൻക്യ. ആൾക്ക് റിവീൽ ചെയ്തപ്പോൾ ഉള്ള ഏജ്, ആളുടെ ഇപ്പോഴത്തെ വയസ്സ് 30. ഇത് നടന്ന ഏജ് 5-6. നടത്തിയത് ആരാന്നറിയോ? ഒരു ഓൾഡർ മെയിൽ കസിൻ ഒരാൾ. ഓക്കെ, ചൈതന്യ അടുത്ത ആൾ, ഇപ്പോഴത്തെ ഏജ് 50. നടന്നത് 2 വയസ്സിൽ. ഇത് 2 വയസ്സിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് പുള്ളി പറയുന്നത്. എനിക്കത് എങ്ങനെ ഓർത്തൊന്നും അറിയില്ല, പക്ഷെ മേ ബി ആ ട്രോമ കൊണ്ടുമല്ലായിരിക്കും. എന്തായാലും ഇത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ട്രോമ വിത്ത് വാട്ട് ദേ ബീൻ ത്രൂ ഇസ് ലൈക്ക് അൺബിലീവബിൾ. ഇത് മൾട്ടിപ്പിൾ ആൾക്കാരാണ് ഇയാളെ അബ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓൾഡർ ബോയ് ഫ്രം ദ നെയ്ബർഹുഡ്, അല്ലെങ്കിൽ ഒരു അൺറിലേറ്റഡ് മാൻ ലിവിങ് ഇൻ ദ സെയിം ഹൗസ് ഹോൾഡ്. കാരണം ഒരു വീട്ടിൽ പല പേര് താമസിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, ഗൾഫിലും എല്ലായിടത്തും ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ റെൻറ്റ് കൊടുക്കുന്നത്, ഒരു ബന്ധവും കാണില്ല, പക്ഷേ റെൻറ്റിന് വേണ്ടി. സോ അങ്ങനത്തെ ആരും ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അടുത്ത ആൾ ജിമ്മിക്ക് 30 വയസ്സ്, നടന്നത് 6 വയസ്സിൽ. ഇത് മൾട്ടിപ്പിൾ ഓൾഡർ ബോയ്സും ആൻഡ് 1 അഡൾട്ട് വുമൺ ഇൻ ദ നെയ്ബർഹുഡും 1 അഡൾട്ട് മെയിൽ റിലേറ്റീവും ഒരു ഫീമെയിൽ ടീച്ചറും. ഇത്രയും പേരാണ് ഈ കുട്ടീനെ ഇയാളെ അബ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രഷോ, 40 വയസ്സ്. ഇയാൾക്ക് അബ്യൂസ് നടന്നിരിക്കുന്ന പ്രായം 13-14. മൾട്ടിപ്പിൾ മെൻ ഫ്രം ദ നെയ്ബർഹുഡാണ് ചെയ്തിരിക്കുന്നത്. പ്രിയാൻഷു 20 വയസ്സ്, ഇപ്പോൾ 7-8 വയസ്സിലാണ് നടന്നിരിക്കുന്ന ഓൾഡർ ഫ്രണ്ട്. രജിത്ത് 40 വയസ്സ്, ഇപ്പോൾ 10 വയസ്സിലാണ് നടന്നിരിക്കുന്നത് അങ്കിള്. അടുത്തത് റോണക്, മൾട്ടിപ്പിൾ പീപ്പിൾ, ഓൾഡർ മെയിൽ കസിനും ഓൾഡർ മെയിൽ സ്ട്രേഞ്ചറും. അടുത്ത സമ്രാട്ട്, ഇപ്പം 30, നടന്നിരിക്കുന്ന 6-7 വയസ്സിൻ്റെ ഇടയിൽ ഓൾഡർ കസിൻ. അടുത്ത ശുഭം, മെയിൽ ഓൾഡർ കസിൻ. അടുത്തത് തരുൺ, ഓൾഡർ പിയേഴ്സ് ഫ്രം ദ നെയ്ബർഹുഡ്. എല്ലാം 5-6-8 വയസ്സിൻ്റെ ഇടയിലാണ് നടത്തിയിരിക്കുന്നത്. സോ ഇതിൽ കൂടെ തന്നെ ക്ലിയറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഫാമിലി, ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരാളുടെയും കൂടെ, ഒരാളെ ഗ്രാൻഡ് അങ്കിൾ വരെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫാക്റ്റും പക്ഷെ നടന്നിരിക്കുന്ന കാര്യവും, വിത്തിൻ ദ ഫാമിലി ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ കുട്ടീനെ അബ്യൂസ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ ചെയ്തു വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ഓക്വേർഡായി തോന്നും, പക്ഷേ ദാറ്റ് ഇസ് ദ ഫാക്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് അവർക്കുള്ള ഈസി ആക്സസും ഈസി ട്രസ്റ്റും ഉള്ളവരൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഈസി ടു അബ്യൂസ്, അല്ലെങ്കിൽ ഒരു സെക്ഷുവലി അബ്യൂസ്. ഞാൻ പറയുന്നത് റേപ്പോ, അടിച്ചുള്ള ഒരു റേപ്പോ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഞാൻ ആദ്യം പറഞ്ഞ 4 ടൈപ്പിലുള്ള സെക്ഷൽ അബ്യൂസ് ആയിരിക്കും ഇവരുടെ ഈ അങ്കിൾസും അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് അങ്കിൾസും അല്ലെങ്കിൽ ഈ അവരായിട്ടുള്ള ഒരു ട്രസ്റ്റും ഫാമിലി ആയിട്ടുള്ള ട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും ഞാനുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ മെയിനായിട്ട് ആൺകുട്ടികളുടെ ഇടയില്ല. എനിക്ക് ആക്ച്വലി കുറച്ചധികം എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നൊക്കെ ടൈമിലുള്ള പെൺകുട്ടികൾ വരെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആണ് അവരെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിരിക്കുന്നത്. റേപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരെ ഇതുപോലെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് പാർട്സ് എക്സ്പോസ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇവരുടെ പ്രൈവറ്റ് പാർട്സ് പിടിപ്പിക്കുകയോ അങ്ങനെ എന്താണെങ്കിലും. സോ വിത്തിൻ ദ ഫാമിലി, പക്ഷേ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിലുള്ള ഒരു വിത്തിൻ ദ ഫാമിലി ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതലുള്ള ചാൻസ്. ഇനി ഇതിൻ്റെ ബോയ്സിൻ്റെ ഞാൻ ഇത്രയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേൾസിൽ ഇത് ചിലപ്പോൾ ബിഹേവിയറിൽ പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവർ അത് എക്സ്പോസ് ചെയ്ത് പറയും, അല്ലെങ്കിൽ അവർ പറയുന്നതിൽ അവർക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ കാണും. ഇങ്ങനെ പല രീതിയിലുള്ള ഗേൾസിലേക്ക് ഒരു എംപത്തി വരുന്നുണ്ട്. പക്ഷെ ബോയ്സിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഇവർ ക്ലിയറായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഗിൽട്ടാണ്. ഗിൽട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഒരു കുട്ടി സെക്ഷലി അബ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരാനുള്ള ഒരു തോട്ട് ആ കുട്ടി കാരണമായിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടി ഇതിനുള്ള സിഗ്നൽസ് കൊടുത്ത് കാണും. ബിക്കോസ് ദേ സോ യങ്, അവർക്കിത് റീസൺ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. സോ അത് ഒരു മെയിൻ തിങ്. ഗിൽട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ തന്നെ ഗിൽട്ടായിരിക്കും, ഞാൻ കാരണമായിരിക്കും നടന്നത്, സോ ഇത് പറയാൻ പാടില്ലാന്ന്. അടുത്തത് ഷെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഇത് ലിസ്റ്റ് എടുത്തതിൽ കാണാം, ഒരാൾ മാത്രമേ ഫീമെയിലിൽ അബ്യൂസ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് മെയിലാണ്. സോ ഈ മെയിൽ തന്നെ അവർക്കൊരിക്കലും ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കുട്ടികൾക്ക് ഈ മെയിൽ ആയിട്ടുള്ള ഒരു അബ്യൂസ്. എസ്പെഷ്യലി ഈ ഒരു സൊസൈറ്റിയിൽ
ഇപ്പം ഒരു സൊസൈറ്റിയിൽ ഒരു മെയിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മെയിൽ അബ്യൂസ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ കുട്ടികൾക്ക് അത് പറയാൻ തന്നെ ഒരു നാണക്കേട് വരാനുള്ളൂ. ആ ഒരു സ്റ്റിഗ്മ എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു സൊസൈറ്റിയിൽ. ആൻഡ് ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് സെക്ഷൽ അബ്യൂസ് ആണോ അല്ലയോ എന്ന്. ഇത് അന്ന് നടന്നത് ട്രോമയിൽ കിടന്നിട്ട് ഒരു പ്രായമാകുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ അന്ന് ഞാൻ പോയത് ഇതിൽ കൂടെ ആയിരുന്നു എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് എക്സ്ട്രീംലി ട്രോമാറ്റിക്. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ദ പെർപെട്രേറ്റർ, ഇത് നടത്തിയ ആളെ ഞാൻ അതാണ് പറഞ്ഞത്, വിത്തിൻ ദ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടോ പരിചയമുള്ള ആരെങ്കിലും ആകുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വഷളാവും എന്നുള്ള ഒരു മെയിൻ പേടി കൊണ്ട് ഇത് പറയും. വളരെ സോറി ഗൈസ്, ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. സോറി, ഫോണിൻ്റെ അല്ല ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു. എൻ്റെ ഒരു ക്യാമറ നന്നാക്കാൻ കൊടുത്തിരിക്കുക. സോ എക്സ്ക്യൂസ് ദ ക്വാളിറ്റി. സോ ഞാൻ പറഞ്ഞു വന്ന അജിൻകെ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞിരിക്കുന്ന കസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇത് പറയാതിരുന്നത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റിലേഷൻഷിപ്സ് എന്താവും, അല്ലെങ്കിൽ ഇപ്പം നെയ്ബർഹുഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവരായിട്ടുള്ള ബന്ധം ഉണ്ടാവും. ആ ആൺകുട്ടിക്കും അല്ലെങ്കിൽ ഇത് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് നോർമലായിരിക്കും, പക്ഷേ ആൺകുട്ടികളുടെ മെയിൻ കാര്യം പറയാണ് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഇവർ കാരണം ഒരു കുടുംബം പൊളിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവും, അങ്ങനത്തെ പല രീതിയിലുള്ള ട്രോമാറ്റിക് തോട്ട്സ് ഉണ്ടാവുന്നതുകൊണ്ടും കൂടെയാണ് ഇത് പറയാത്തത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ ഇവർ പറയുന്നത് സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവർ കണ്ടിരിക്കുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ഉള്ളത് ബോയ്സും ഗേൾസും തമ്മിലാണ്. പക്ഷേ ഒരു ബോയിനെ അബ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മാൻ ഒരു ബോയിനെ അബ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അബ്യൂസ് ആണോ സ്നേഹമാണോ എന്നുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. സെക്കൻഡ്ലി, ഇത് നടന്നു കഴിയുമ്പോൾ ഇത് ഒട്ടും നോർമൽ അല്ല എന്ന് ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ എക്സ്ട്രീം ഒരു ഷെയിമുണ്ട്. ഇത് ഹോൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന ഒരു കുട്ടികളുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു ട്രോമ ദി ക്യാരി ഇറ്റ് ഫോർ എവർ. ആൻഡ് എപ്പോഴെങ്കിലും വളരെ കുറച്ച് പേര് അവർക്കൊരു ഏജ്ഡ് ആയാലും ഇത് റിവീൽ ചെയ്യാറുള്ളൂ. ഈവൻ ഇതിൽ 2-3 പേര് ഈ ഒരു ഈ ഒരു സ്റ്റഡിയിൽ പറഞ്ഞവര് ഒരാളുടെ ബ്രദറിനോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതന്ന് ചുമ്മാ ഫ്രണ്ട്ഷിപ്പിന് ചെയ്തതായിരിക്കും. അതൊരു കാര്യമുണ്ട്. ഈ കേൾക്കുന്നവര് അല്ലെങ്കിൽ ഈ ഒരു ട്രോമയിൽ കൂടെ പോയ ഒരു കുട്ടി ഒരാളോട് പറയുമ്പോൾ അവരിത് പൊതുവെ തള്ളിക്കളയാനാണ് ഉള്ള ഒരു മനസ്ഥിതി. ആ സെയിം തിങ് ആ സമയത്ത് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി. പക്ഷെ ആൺകുട്ടിക്ക് നടക്കുമ്പോൾ ഇത് തള്ളിക്കളയാനുള്ള ഒരു കാഴ്ചയുണ്ട്. ആൻഡ് 2 പേരും കണ്ട് ഇതിൽ തെറാപ്പിക്ക് പോയിട്ടുള്ളൂ. ബിക്കോസ് അവർക്കത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ട്. ആൻഡ് ദേ ലിവ് വിത്ത് ദ ട്രോമ. സോ ഈ ചൈൽഡ് അബ്യൂസ് എമംഗ് ബോയ്സ് ഇസ് സോ സീരിയസ് ആൻഡ് വളരെ കെയർഫുള്ളായി ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. ആ സമയത്ത് ആ ട്രോമ അവരുടെ ലൈഫ് ലോങ്ങിൽ പോകും. ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതൊക്കെ ഞാൻ സൈക്കോളജി അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റഡി പറയാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ഗേൾസിനുള്ള സെയിം പറയില്ല, അവരുടെ ബിഹേവിയറൽ ചേഞ്ചസും അല്ലെങ്കിൽ അവരുടെ ഉള്ള ഒരു ഓപ്പൺനെസ് ആയിട്ടുള്ള സംസാരിക്കാനും അവർ പെട്ടെന്ന് മൂടിയാവുമോ, അവരുടെ സ്വഭാവത്തിൽ എന്തിലേക്കിലും അല്ലെങ്കിൽ ഒരാളായിട്ട് എപ്പോഴും അടുപ്പമുള്ള ഒരാളായിട്ട് കുറച്ച് അകലിൽ നിൽക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണുവാണെങ്കിൽ നമ്മൾ ആ കുട്ടികളായിട്ട് എന്ന് പറഞ്ഞാൽ പാരൻസിനെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സിബ്ലിങ്സ് കുട്ടികളായിട്ട് സംസാരിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെ വളരെ ഇത്രയും പേഴ്സണലായിട്ട് ഞാൻ പറയാനുള്ള കാര്യം ഇസ് ദാറ്റ് ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. വിച്ച് ഞാൻ പറഞ്ഞ പോലെ വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിച്ച് ഐ നെവർ തോട്ട് ഐ സെൽ ഇറ്റ് ടു സമ്മൺ. പക്ഷേ ആ ഒരു ക്ലിയറായിട്ട് ഞാൻ എൻ്റെ ഒരു എപ്പിസോഡ് എൻ്റെ ഒന്നല്ല ആക്ച്വലി 2-3 തവണ, പക്ഷേ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ട് രണ്ടെണ്ണമാണ് എനിക്ക് ഏറ്റവും ട്രോമയായിട്ട് നിൽക്കുന്നത്. സോ ഫസ്റ്റ് ടൈം ഞങ്ങളിവിടെ കുറച്ച് കാലത്ത് നമ്മുടെ സൗത്ത് ഓവർ ബ്രിഡ്ജ് ഉണ്ട് എറണാകുളത്ത്. ഒരു സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു സൗബർണിക എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടുത്ത് എനിക്ക് എത്രാമത്തെയാണെന്ന് ഓർമ്മയില്ല, എനിക്ക് ഏജും ഓർമ്മയില്ല, മേ ബി ഐ വിൽ ബി അറൗണ്ട് 8-9 വയസ്സ് അത് വല്ലതും കാണുള്ളൂ. സോ ആ ഒരു ഏജിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 3-ാമത്തെ വീടോ 4-ാമത്തെ വീടങ്ങാണ്ട ആ വീടിൻ്റെ അടുത്ത് എന്ത് ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കുറേ കാലം ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓർക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒന്നും എക്സാജറേഷൻ അല്ല, എൻ്റെ മനസ്സിൽ അതുപോലെയുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ആ ഒരു 4-ാമത്തെ വീട്ടിൽ അത് പറയാം ഒരു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, MG റോഡിലുള്ള ഒരു ഷൂ ഷോപ്പാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ക്വാർട്ടേഴ്സ് പോലെയായിരുന്നു
ഈ ഒരു വീട്. സോ ഇവർക്ക് ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് അന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് ഈ സൂവനിയേഴ്സോ ഫുട്ബോൾസിൻ്റെ സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തൊക്കെയോ കിട്ടുമായിരുന്നു. സോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഓടി ഓടി കളിക്കുമായിരുന്നു, ആ റൂട്ടിലൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ ഒരാൾ, എനിക്ക് ആളുടെ ഫേസ് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷേ ആളിങ്ങനെ മറ്റൊരു കാവി കളർ മുണ്ടൊക്കെ ആയിരുന്നു ഉടുത്തുകൊണ്ടിരുന്നത്. കാവി കളർ മുണ്ടും ഒരു ബനിയനും, പിന്നെ കൂടുതൽ മുണ്ടും ലുങ്കിയും ഒക്കെ ആയിരുന്നു ഉടുത്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ആളായിരുന്നു, കുറച്ച് കഷണ്ടി ഉള്ള ഒരാളായിരുന്നു. സോ മേ ബി ഇൻ ലേറ്റ് 30s early 40s ആയിരിക്കും. അയാൾ ഇങ്ങനെ കുട്ടികളെ സ്റ്റിക്കർ തരാം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. സോ ഇത് എൻ്റെ കൂടെ കളിച്ച ഫ്രണ്ട്സാണ് എന്നോട് പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കർ കിട്ടും എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്കൂളിലല്ല, ആ നെയ്ബർഹുഡിലുള്ള ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അയാൾ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര ഇതായതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അന്ന് എനിക്ക് സ്റ്റിക്കർ തന്നിട്ട് പറഞ്ഞു, ഇതേ കാട്ടി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് നാളെ വന്നു കഴിഞ്ഞാൽ ഇത് ഉള്ളി വന്നു കഴിഞ്ഞാൽ തരാം എന്നാണ് പറഞ്ഞത്. ഏകദേശം അങ്ങനെയാണ്. എന്തായാലും ആദ്യത്തെ ദിവസം ഒരു സ്റ്റിക്കർ തന്നിട്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വന്നാൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അടുത്ത ദിവസം എന്തോ പോയില്ല എന്നോ, എനിക്ക് കറക്റ്റ് ടൈം ലൈൻ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും കൂടെ പോയപ്പോൾ, എല്ലാവരും കൂടെ പോയി എന്ന് പറഞ്ഞാൽ 2-3 പേരും കൂടെ അവിടെ പോയപ്പോൾ ഞങ്ങൾ വിൻഡോസ്, ഒരു വലിയ ഇങ്ങനത്തെ ഗ്രൗണ്ട് ഫ്ലോർ, അപ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വിൻഡോസും ഈ വുഡിൻ്റെ പാളിയൊക്കെ ഉള്ളതാണ്, മെറ്റലിൻ്റെ കണ്ടാണ് അതിൻ്റെ ബാസ്. അപ്പോൾ ഞങ്ങൾ 2 പേര് നിന്നപ്പോൾ ഉള്ളി വരുന്ന ആൾക്ക് 2-3 പേരുണ്ടായിരുന്നു. ഉള്ളി വരുന്ന ആൾക്ക് വലിയ സ്റ്റിക്കർ തരാം എന്ന് പറഞ്ഞാൽ ആൾ സ്റ്റിക്കർ കാണിച്ച് ഈ ഉള്ളിലേക്ക് പോയി. അയാൾ വിൻഡോയിൽ കൂടെ ഞങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് പിടിക്കാൻ നോക്കി, എനിക്ക് ക്ലിയർ ഓർമ്മയില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കുന്ന ഫൺ പോലെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് മാറി ഉള്ളിലേക്ക് പോയിട്ട് ആ കുട്ടീനെ ഷോർട്ട്സ് ഊരുന്ന പോലെയോ അല്ലെങ്കിൽ ഊരിന്നോ എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് ഓടിയിട്ട് പിന്നെ ഞങ്ങൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എൻ്റെ പിറ്റേ ദിവസവും അവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഏതോ ഒരു കുട്ടി, എനിക്ക് ഏതാ കുട്ടി ഏതാ പാരന്റ് ഓർമ്മയില്ല, അവിടെ വന്ന് ഭയങ്കര പ്രശ്നമാക്കി. എനിക്കൊന്ന് ആ കുട്ടി പറഞ്ഞു കാണും, ഏതെങ്കിലും ഒരു കുട്ടി പാരൻസിനോട് പറഞ്ഞിട്ട് ബഹളം കണ്ട് അങ്ങനെ അവരവിടുന്ന് പോയി, അവർ ഫുള്ളായിട്ട് പോയി, എല്ലാവരുമായിട്ട് പോയി. ടു ബി ഓണസ്റ്റ്, ഈ ബാച്ചിലേഴ്സ് അന്നത്തെ കാലത്ത് താമസിക്കുന്ന റൂമിനൊക്കെ ഒരു സ്മെല്ല് ഇപ്പോഴും എനിക്ക് ആ സ്മെല്ല് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, ബട്ട് ദാറ്റ് സ്മെൽ ഇസ് സ്റ്റിൽ ദെയർ ഇൻ മൈ നോസ്. എന്ന് പറയുമ്പോൾ ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് എനിക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, ബട്ട് ആ ഒരു മണമുണ്ട് അവിടെ. സോ ദാറ്റ് വാസ് എ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ എനിക്ക് അത്രയും സീരിയസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ട്രോമ ഫോർ മീ. എനിക്ക് ഭാഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ച കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇറ്റ് ഈസ് എ വെരി ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു, കുവൈറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു തവണ എൻ്റെ ഫ്രണ്ട് ഡാൽട്ടൻ എന്ന പുള്ളിയുടെ പേര്, പുള്ളിയുടെ ഫ്ലാറ്റ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാകിസ്ഥാനി സ്കൂളാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഡാൽട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി ഒരു സ്റ്റെപ്സ് കയറി പോകുമ്പോൾ പെട്ടെന്നൊരു ശക്തിയുള്ളൊരു അറബി എന്ന് പറയുമ്പോൾ അഫ്ഗാനിയോ ഈജിപ്ഷ്യൻ അങ്ങനെ ആരോ വന്ന് കഴുത്തിപ്പിടിച്ച് ഇങ്ങനെ എന്നെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു 10th or 11th എന്നിട്ട് ഇങ്ങനെ പയ്യെ എൻ്റെ പാൻറ്റിൻ്റെ അടുത്തേക്ക് പോയി. പാൻറ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഹീസ് വെരി സ്ട്രോങ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു മതിലിൻ്റെ മുകളിൽ. പട്ടാപ്പകലാണ്, ഒരു 11 o'clock 12 o'clock ഞാൻ ജസ്റ്റ് ഭാഗ്യത്തിന് മുകളിലേക്ക് നോക്കി. അയാൾ ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നും ഐഡിയ, എങ്ങനെ വന്നു എന്നറിയില്ല, ദൈവാനുഗ്രഹമായിരിക്കും. മുകളിലേക്ക് ഇങ്ങനെ നോക്കി, ഹായ് ഡാൽട്ടൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കി, ഡാൽട്ടനെ ഇല്ലായിരുന്നു അവിടെ. ഞാളുടെ കൈ തട്ടി ഊട്ടി ഇങ്ങനെ വരുന്നു നോക്കിയത് ഡാൽട്ടൻ. അപ്പോഴേക്ക് ഇയാൾ ഓടി, ഇയാളെന്നെ തിരിച്ച് പിടിക്കാൻ നോക്കി, ഇയാൾ ഓടി. അങ്ങനെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ആൻഡ് ഇതല്ലാതെ തേർഡ് ടൈം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു പ്രശ്നമൊന്നുമല്ലായിരുന്നു. ഈ അറബികൾക്ക് സ്പോർട്സ് കാർസ്, അന്ന് മസ്റ്റാങ് എന്നൊക്കെ പറഞ്ഞ സ്പോർട്സ് കാർ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ അന്ന് 11th or 12th ആയ ടൈമിൽ ജിമ്മിലൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു അറബി വന്ന് ഇങ്ങനെ മസിലൊക്കെ കാണിച്ച് കാറിൽ റൈഡ് വേണം കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് കുറച്ചും കൂടെ ഒരു നോളജ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പിള്ളേരെ പോലെയല്ല, അന്നത്തെ വെച്ച് അത്യാവശ്യം കുറച്ചും കൂടെ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് പോവാതെ, അയാൾ പിന്നെ അങ്ങനെ പുറകിലൊന്നും വന്ന അബ്യൂസ് ഇല്ല, പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ തോന്നിയിട്ടോ ഇല്ല. ബട്ട് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ട്രോമ ഫോർ മീ.
ആൻഡ് ഇതൊക്കെ ഇപ്പം അമ്മേനോട് പറയുമ്പോഴായിരുന്നു അമ്മ പറയുന്നത് അന്നൊക്കെ അവൻ എൻ്റെ കൈ കിട്ടിയ അല്ലെങ്കിൽ അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. സോ അന്ന് ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാലം ട്രോമ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ക്യാരി ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു സീരിയസ് ട്രോമയല്ല, ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ ദെയർ ഇൻസൈഡ് മീ. അത് എന്തിലേക്ക് വേണമെങ്കിലും പോവായിരുന്നു. സോ ഇങ്ങനെ ട്രോമയിൽ കൂടെ പോയവർ ചിലപ്പം ടോട്ടലി സെക്ഷുവാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ അവരെപ്പോഴും വേറൊരു പേഴ്സണാലിറ്റി തന്നെ ആയിപ്പോവും. അവരുടെ മാരേജ് ലൈഫ് പല പല രീതിയിലുള്ള കോസസ് ഉണ്ട്. അതൊക്കെ കുറേ കൂടെ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സെക്ഷൽ അബ്യൂസീവ് ട്രോമ എസ്പെഷ്യലി ചൈൽഡ്ഹുഡിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടീനെ വളരെ ഡാർക്കായിട്ട് തന്നെയായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ഇടയിലും സെക്ഷൽ അബ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നടക്കാം. അത് എസ്പെഷ്യലി ഫ്രം പീപ്പിൾ ഹൂ യു ട്രസ്റ്റ് എന്നുള്ളതും കൂടെ എല്ലാ പാരൻസും അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുകളിൽ ഒരു കണ്ണ് വെക്കുക. ആൻഡ് എന്നാലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യുക. ആൻഡ് ഓൾവേസ് ബി അവെയർ. അത്രയും പറയാൻ എനിക്കുള്ളൂ. ആൻഡ് ഐ നെവർ തോട്ട്, ഞാൻ പറഞ്ഞില്ലേ ഐ വിൽ സേ ദിസ്, പക്ഷേ ഐ തിങ്ക് ഇത് കേട്ടതുകൊണ്ടെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളി പറയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ DM me ഓർ അറ്റ്ലീസ്റ്റ് കമൻറ്റ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഹിറ്റ് ചെയ്ത് കമൻറ്റ്സ് ഉണ്ടോ, സോ ദാറ്റ് പീപ്പിൾ നോ ദാറ്റ് ദിസ് ഹാപ്പൻസ്. പക്ഷേ എനിക്ക് തോന്നില്ല ആൾക്കാർ പറയും ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിയിൽ. ഓക്കെ, സോ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുവാണ്. ആൻഡ് നമുക്ക് വേറെ വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.